വ്യക്തിപരവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളൊന്നും ഔദ്യോഗിക കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തില്ലെന്ന് ഉറപ്പാക്കുക നിയമപാലകരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ നിയമത്തെ നോക്കുകുത്തിയാക്കിയാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നു. തങ്ങളുടെ സ്വാധീനം കേസിലെ സാക്ഷികളെ ബോധ്യപ്പെടുത്താനാണ് ആഘോഷത്തിൽ പങ്കെടുത്തതിലൂടെ പ്രതികൾ ശ്രമിച്ചതെന്നാണ് EDയുടെ ആരോപണം. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അധികൃതർ നടപടിയെടുത്തു. AR ക്യാമ്പിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത്. പ്രതികൾ സ്റ്റേഷനിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതും അന്വേഷിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവം വൻ വിവാദമായിരുന്നു. തുടർന്നാണ് 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നത്. ഇവരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പ്രതികൾ സ്റ്റേഷനിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതും ജാമ്യവ്യവസ്ഥ ലംഘിച്ചതും അന്വേഷിച്ച് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ ചുമതലയുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ച സംഘടിപ്പിച്ച ഓണാഘോഷത്തിലാണ് കേസിലെ ചില പ്രതികളും പങ്കെടുത്തത്. ആഘോഷത്തിനെത്തിയ പോലീസുകാർ ധരിച്ചിരുന്ന അതേ നിറത്തിലുള്ള ഷർട്ടുകൾ അണിഞ്ഞാണ് പ്രതികൾ സ്റ്റേഷനിലെത്തിയത്. കോർപ്പറേഷൻ മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളിൽ ചിലർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഊഞ്ഞാലാടുന്ന റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് പോലീസ് മേധാവി കത്തയക്കാനാണ് EDയുടെ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവിക്ക് ED അഡീഷണൽ ഡയറക്ടർ ഇത് സംബന്ധിച്ച് കത്ത് നൽകും. ഉന്നത സ്വാധീനം വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നാണ് EDയുടെ വിലയിരുത്തൽ. സ്റ്റേഷനിലെ റീൽസ് ചിത്രീകരണം കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനാണെന്ന് വിമർശനമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.